ഗൈസ്, അപ്പം ഞാനിവിടെ ബോറടിച്ചോണ്ട് നമ്മൾ KGF സിനിമ കാണിയിരുന്നിട്ടാ. എൻ്റെ ആ സിനിമ കണ്ട് കഴിഞ്ഞു. എനിക്ക് നല്ല ബോറടിയാട്ടോ. എപ്പോഴും നമുക്കൊന്ന് നീന്തിയാലോ? നീന്തണോണ്ടൊന്നും നമ്മുടെ ബോറടി മാറുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക? ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ KGF റോക്കി ബൈൻ്റെ ബൈക്ക് നമുക്ക് അടിച്ചു മാറ്റിയാലോ? ഓക്കെ, അതെങ്ങനെയുണ്ട്? സോ റോക്കി ബൈൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോകാം. കാരണം എനിക്കൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാനത് സാധിക്കും. ഓക്കെ, അങ്ങനെയാണ്. സോ നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോലീസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ വെക്കേണ്ടി വരും. സോ നമുക്ക് ആ വണ്ടി നഷ്ടമാവും. അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു സ്കൂളിൽ നിന്ന് ഒരു സൈക്കിളങ്ങ് നൈസായിട്ട് അടിച്ചു മാറ്റത്. ഇത് സ്കൂളാട്ടോ, ഇവിടെ നിന്ന് വരണം. നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റാം. ജസ്റ്റ് ഞാൻ നൈസായിട്ട് അവിടുത്തെ സൈക്കിൾ അടിച്ചു മാറ്റിയിട്ടാണ്. അവിടുത്തെ പിള്ളേരൊക്കെ ക്ലാസ്സിലായിരുന്നു. പിന്നെ സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ ജോലിയൊന്നും നിന്നാക്കാതെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ ഉറങ്ങണം. എനിക്ക് തോന്നുന്നു രാത്രിത്തെ ജോലിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന്. അതായത് കുറച്ചൊക്കെ സത്യസന്ധനായിട്ടുള്ളൊരു ഗാർഡ്. ഓക്കെ, നമുക്കിനി നമ്മുടെ സ്ഥലത്തോട്ട് പോകണം. സോ ഇവിടെ എവിടെയോ ആണ്, കാർ ഷോറൂമിൻ്റെ കുറച്ച് അപ്പുറത്താണ്. സോ ഇവിടെ അവനാണ് സാധ്യത. ഓക്കെ, ഫ്രണ്ടിലൊരു വീട് കാണുന്നുണ്ട്. സോ അതാണെന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. നമുക്ക് അവിടോട്ട് പോകട്ടെ. ആ വീട്ടിലാവാൻ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിതേ ഇവിടെ നമ്മുടെ റോക്കി ബൈൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ ഇവിടെ നിന്ന് കയറി നോക്കട്ടെ. ഓക്കെ, ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ അകത്ത് ആരുമില്ല. സോ വീട്ടിലുള്ളവരൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമ്മുടെ റോക്കി ബൈൻ്റെ ബൈക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ബൈക്കിലോട്ട് കയറി. എൻ്റെ ആരും കണ്ടിട്ടില്ല. നമുക്ക് നൈസിലാണ്ട് വിട്ടേക്കാം. ഞാനങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, കാരണം ആരെങ്കിലുമൊക്കെ കാണും. നമുക്ക് വേഗം വിടാം. ഓക്കെ, അതെന്താ പോലീസ് വണ്ടിയാ? ഇവരെങ്ങനെ ഇവിടെ എത്തി? നമ്മൾ ആരെങ്കിലൊക്കെ കണ്ടു തോന്നുന്നു. ഓക്കെ, അവന്മാർ തമ്മിലടിച്ച് കളിക്കണം. ഇവിടുത്തെ പോലീസുകാർ ഫുള്ള് പൊട്ടന്മാരായതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അവന്മാർ പൊട്ടത്തരമല്ല. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാലോ? പോലീസുകാരൊന്നും കാണില്ല. പോലീസുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ വീട്ടിലത്തെ തൊട്ട് മുമ്പിൽ പോലീസ് സ്റ്റേഷൻ. അവിടെ ഇപ്പോൾ ആരും ശ്രദ്ധയില്ല തോന്നി. ഞാനിപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല ഞാനാണെന്ന്. സോ നമുക്ക് വേഗം നമ്മുടെ വീട്ടിൽ അകത്തോട്ട് വണ്ടി കയറ്റാം. പുറത്ത് നിർത്തുന്നതൊന്നും അത്ര സേഫല്ല. പിന്നെ വീട്ടിലോട്ട് കാര്യമൊക്കെ കയറി വരികയാണെങ്കിൽ അവർ കാണാനും സാധ്യത ഉണ്ട്. സോ നമ്മൾ വീടിൻ്റെ മേലിലോട്ട് തന്നെ കയറ്റാം നമുക്ക് വണ്ടി. ശരിയാക്കി വേഗം വണ്ടി കയറ്റി. ഓക്കെ, ഞാനങ്ങനെ മുകളിൽ, എൻ്റെ വീടിൻ്റെ മുകളിൽ പിന്നെ ജിമ്മാട്ടാ. ഇവിടേക്കൊന്നും ആരും കയറി വരില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, ഇതെന്താ വണ്ടി ഇവിടെ ഇതിൻ്റെ അകത്ത് കൂടെ ഒന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമാണ്. നമുക്ക് കുറച്ചുകൂടി കയറ്റിടാം. അതാകുമ്പോൾ ആരെങ്കിലും ജിമ്മ് കാണാൻ വന്നാൽ പെട്ടെന്നാണ്ട് കാണൂല. ഓക്കെ, അതിൻ്റെ ഇവിടെ ഗ്ലാസ് ഉണ്ട്, പക്ഷേ കാണാൻ പറ്റില്ല. ഇതിന്ന് നോക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിൽ കാണാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പുറത്താരും കാണില്ലായിരിക്കണം. അതായത് ഇപ്പോൾ പുറത്ത് എടുത്താത്തതിൻ്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് നേരെ നോക്കിയാൽ പോലീസ് സ്റ്റേഷൻ കാണാം. അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി തീരും.